ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കർ എഗ് ബിരിയാണിയാണ് റെഡിയാക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു കുക്കർ എഗ് ബിരിയാണി റെഡിയാക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ മെൽറ്റായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഒന്ന് നെയ്യിൽ ബട്ടറിൽ ഒന്ന് റോസ്റ്റായിട്ട് വരട്ടെ. പിന്നെ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാനിതിൽ 1.5 സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ 1 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 തക്കാളി ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ട് ആ ഒരു തക്കാളി ഫുൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം സവാളയും തക്കാളിയും ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു പച്ചമുളക് ചതച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കിത് ചതച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആകെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയുമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സാധാ നോർമൽ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലയുടെ ആ പച്ചമണമൊക്കെ ഇത് മാറി വരുന്നവരെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം 1.5 ഗ്ലാസ്സോളം വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഞാൻ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ്സോളം അരിയാണ്. അപ്പോൾ അതിന് നമുക്ക് 1.5 ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഉപ്പ് എന്തെങ്കിലും കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള 3 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ലോങ് റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടുള്ള റൈസാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാര്യം ഈ ഒരു റൈസ് അത്യാവശ്യം മുങ്ങിക്കിടക്കേണ്ട വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ കുക്കർ അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 1 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഒരു വിസിൽ കേൾപ്പിച്ചതിന് ശേഷം ആ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പം കണ്ടോ, റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. റൈസെല്ലാം വിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് ബിരിയാണിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.